സംസ്ഥാനത്ത് വീണ്ടും എംപോക്സ് സ്ഥിരീകരിച്ചു. യുഎഇയിൽ നിന്ന് എത്തിയ കണ്ണൂർ സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. റൂട്ട് മാപ്പ് ഉടൻ പ്രസിദ്ധീകരിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ബിനിൽ സാബു ചേരുന്നുണ്ട്. ബിനിൽ, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ? ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 2 പേർക്കാണ് ഇപ്പോൾ എംപോക്സ് കേരളത്തിലുള്ളത്. ഒരാൾ വയനാട് സ്വദേശിയാണ്. നേരത്തെ രോഗം സ്ഥിരീകരിച്ചതാണ്. ഇപ്പോൾ രണ്ടാമത് കണ്ണൂർ സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. ഇവർ 2 പേരും യുഎഇയിൽ നിന്നും വന്നവരാണ്. വന്നതിന് ശേഷം രോഗലക്ഷണങ്ങൾ കണ്ടു, തുടർന്ന് ചികിത്സ തേടി. അതിനുശേഷമാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും RRT യോഗം ചേർന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ വിലയിരുത്തിയിട്ടുണ്ട്. കൂടുതൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ തന്നെയാണ് തീരുമാനമായിട്ടുള്ളതും. ഇത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു രോഗം തന്നെയാണ്. വായുവിലൂടെ പകരില്ല എങ്കിൽ പോലും ഇവരുമായി, ഈ രോഗം ബാധിച്ച ആളുകളുമായി നേരിട്ടുള്ള സമ്പർക്കം, അവരുടെ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക, ഒരുമിച്ച് കിടക്കുക, അത്തരം സമ്പർക്കത്തിലൂടെയാണ് ഈ രോഗം പകരുന്നത്. അതുകൊണ്ട് ഏറെ ശ്രദ്ധിക്കണം. പ്രായമായവരും കുട്ടികളും, പ്രത്യേകിച്ച് ഗർഭിണികൾക്കുമായി ഈ രോഗം വന്നാൽ ശ്രദ്ധിക്കണം. എന്തായാലും നിലവിൽ ഈ 2 പേരുമായി സമ്പർക്കത്തിൽപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കണം. അതിനുശേഷം തന്നെ ഇവരുടെ റൂട്ട് മാപ്പ് പുറത്തു വിടും. അതിനുശേഷം കൂടുതൽ ആളുകൾ സമ്പർക്കത്തിൽപ്പെട്ടിട്ടുള്ള തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും. എന്തായാലും നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾ കൃത്യമായി തന്നെ അവർക്ക് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഐസൊലേഷൻ തുടരണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടുതൽ ഐസൊലേഷൻ സംവിധാനം സംസ്ഥാനത്ത് ഒരുക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സംഗീത. ശരി ബിനിൽ, സംസ്ഥാനത്ത് വീണ്ടും എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം പുറപ്പെടുവിച്ചിരിക്കുന്നത്. യുഎഇയിൽ നിന്നെത്തിയ കണ്ണൂർ സ്വദേശിക്കാണ് ഏറ്റവും ഒടുവിലായി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. റൂട്ട് മാപ്പ് ഉടൻ തയ്യാറാക്കും.